ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡേ 24 വന്നിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത് +1 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അതായത് നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ +1 +2 ആണ്. സോ തുടക്ക ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, ഇനീഷ്യൽ ചാപ്റ്റേഴ്സിൽ നിന്ന്. ഓക്കെ, നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്ട്സിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ബയോളജിയിലോട്ട് പോകാം. ബയോളജി, and this question is selected from biological classification. Okay, now question വായിക്കാം. Which of the following is the correct sequence during the sexual cycle of fungi? So ഫംഗസിൻ്റെ സെക്ഷൽ സൈക്കിളിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? കാരിയോഗമി വരുന്നുണ്ട്, പ്ലാസ്മോഗമി വരുന്നുണ്ട്, മിയോസിസ് വരുന്നുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പ്ലാസ്മോഗമി ആയിരിക്കും. അതിനുശേഷം കാരിയോഗമി ആൻഡ് ആഫ്റ്റർ ദാറ്റ് മിയോസിസ്. എന്താണ് പ്ലാസ്മോഗമി? ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൻ്റെ ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്മോഗമി. എന്താണ് കാരിയോഗമി? കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. സോ ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണെന്ത്? കാരിയോഗമി. ദെൻ മിയോട്ടിക് ഡിവിഷൻ. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ഓർഡർ. ഫസ്റ്റ് പ്ലാസ്മോഗമി, സെക്കൻഡ് കാരിയോഗമി, then after that meiosis. So the correct answer will be option 3. Okay, ഇനി നമുക്ക് കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, 2 identical flasks of 1 liter each contain nitrogen gas and ozone vapor at 25 degrees Celsius and 1 atm pressure. Then identify which of the following statement is correct. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് ഒരു 2 ഡിഫറെൻറ്റ് ഗ്യാസുകൾ, അതായത് ഒന്ന് നൈട്രജൻ ആണ്, 2 ഓസോൺ ആണ്. അവരെ രണ്ടുപേരെയും ഈക്വൽ വോളിയം എടുത്തിട്ടുണ്ട്, അതായത് 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ്. അങ്ങനെയെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് അവഗാഡ്രോസ് ലോവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് എന്താണ് അവഗാഡ്രോസ് ലോ പറയുന്നത്? നമ്മൾ 2 ഡിഫറെൻറ്റ് ഗ്യാസസ് എടുത്തു. ആ 2 ഗ്യാസസ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് ഗ്യാസസ് എടുത്തു, അതെടുത്തത് ഈക്വൽ വോളിയം ആണെങ്കിൽ, ഈക്വൽ വോളിയം ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് എടുക്കുകയാണെങ്കിൽ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സെയിം ആയിരിക്കണം, ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറെൻറ്റ് ഗ്യാസസ് വിൽ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ മോൾസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഗ്യാസസ് എടുക്കുകയാണ്. ഈ ഡിഫറെൻറ്റ് ഗ്യാസസ് എടുത്ത് നമ്മൾ ഈക്വൽ വോളിയം ആണ്, അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറെൻറ്റ് ഗ്യാസസ് വിൽ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ മോൾസ്. ഓക്കെ, ഇതാണ് എന്ത്? അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നമ്മൾ 2 ഡിഫറെൻറ്റ് ഗ്യാസസ് ആയിട്ടുള്ള നൈട്രജനും ഓസോണും എടുത്തിട്ടുള്ളത് ഈക്വൽ വോളിയം ആയിട്ടുള്ള 1 ലിറ്റർ ആണ്, അറ്റ് സെയിം ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സെയിം പ്രഷർ, ദാറ്റ് ഈസ് 1 atm. അതായത് ഈ നമ്മൾ 2 ഫ്ലാസ്കിൽ നോക്കുമ്പോഴും അവിടെ ഉണ്ടാവുക ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓസോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിലോട്ട് വരും. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓസോൺ. ദാറ്റ് ഈസ് ഇൻകറക്റ്റ്, ബിക്കോസ് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് നൈട്രജനിലും ഓസോണിലും ഈക്വൽ ആയിരിക്കും. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എടുക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓസോൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ. അതും തെറ്റാണ്, കാരണം രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഓപ്ഷന്, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഓക്സിജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ. ഇവിടെ അവർ സംസാരിച്ചിട്ടുള്ളത് മോളിക്യൂൾസിനെ കുറിച്ചല്ല, ആറ്റംസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഒരു നൈട്രജൻ മോളിക്യൂളും അതുപോലെ ഒരു ഓസോൺ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ മോളിക്യൂളിൽ എത്ര നൈട്രജൻ ആറ്റം ഉണ്ടാവും? 2 നൈട്രജൻ ആറ്റം ഉണ്ടാവും, കാരണം ഇത് ഡയറ്റോമിക്കാണ്. എന്നാൽ ഓസോൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടാകും? 3 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും.
3 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാകും. N2 എന്ത് ഉണ്ടാകും? 2 നൈട്രജൻ ആറ്റംസ് ഉണ്ടാകും. സോ മോളിക്യൂൾസ്, അവോഗാഡ്രോസ് ലോ പറയുന്നത് മോളിക്യൂൾസിനെ കുറിച്ചാണ്, പക്ഷേ ഇത് ആറ്റമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അപ്പോൾ നോക്കൂ, ഓസോണിൽ 3 ഓക്സിജൻ ആറ്റം, ദെൻ നൈട്രജനിൽ 2 നൈട്രജൻ ആറ്റം. അതായത് എവിടെയാണ് നമ്പർ ഓഫ് ആറ്റംസ് കൂടുതൽ? ഓസോണിലാണ്, ശരിയല്ലേ? കാരണം ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു 100 മോളിക്യൂള് ഓസോണും അതുപോലെ 100 മോളിക്യൂള് നൈട്രജനും എടുത്തു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കും? ഓസോണിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 3 × 100 ആയിരിക്കും. അതായത് 300 ആറ്റംസ് ആയിരിക്കും, ശരിയല്ലേ? എന്നാൽ നമ്മൾ നൈട്രജൻ എടുക്കുകയാണെങ്കിലോ, നമ്മളെടുത്ത 100 മോളിക്യൂൾസ് ആണെങ്കിൽ 2 × 100 200 ആറ്റംസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് ആറ്റംസ് ഡിഫറെൻ്റ് ആണ്, ഈവൻ ദോ മോളിക്യൂൾസ് ആർ സെയിം. ഓക്കെ, സോ ഇത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ എന്ന് കാണിക്കും, പക്ഷെ അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആറ്റംസ് ആയിരിക്കും. നമ്മൾ മാറിയിട്ട് ഓപ്ഷൻ ഇത് ടിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓർത്തിരിക്കുക, ഇവിടെ ആറ്റംസിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അവോഗാഡ്രോ ലോ പറയുന്നത് മോളിക്യൂൾസിനെ കുറിച്ചാണ്. സോ ഓപ്ഷൻ 3 വിൽ ബി ദ ആൻസർ. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് അവോഗാഡ്രോ ലോ അറിയണം, അതുപോലെ നിങ്ങൾ ആറ്റംസ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഒരു ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ലിക്വിഡ് ഡ്രോപ്പ് ഫോൾസ് ഫ്രം റെസ്റ്റ് ഫ്രം എ ഹൈറ്റ് h ആൻഡ് ടേക്സ് t time to reach the ground. What is the height of drop from ground at time t/3? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു ഹൈറ്റ് എടുത്തിട്ടുണ്ട് അവർ. ഓക്കെ, ഒരു ഹൈറ്റ് എടുത്തിട്ടുണ്ട്, ഇതിനെ നമുക്ക് h എന്ന് വിളിക്കാം. ഓക്കെ, സോ ഒരു ലിക്വിഡ് ഉണ്ട് അവിടെ, ഒരു ലിക്വിഡ് സപ്പോസ് ഇതൊരു ലിക്വിഡ് ആണെങ്കിൽ അത് മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ് h ഹൈറ്റിൽ. ഇനീഷ്യലി റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ ലിക്വിഡ് ഡ്രോപ്പ് ഫോൾസ് ഫ്രം റെസ്റ്റ് ഫ്രം എ ഹൈറ്റ് h ആൻഡ് ടേക്സ് t ടൈം ടു റീച്ച് ദ ഗ്രൗണ്ട്. ടി ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൗണ്ടിൽ എത്തുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഫ്രം ഗ്രൗണ്ട് അറ്റ് ടൈം t/3? അപ്പോൾ t/3 ടൈമിൽ എത്ര ഹൈറ്റ് കവർ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഫ്രം ഗ്രൗണ്ട്. ഓക്കെ, സപ്പോസ് ഞാൻ ഈ മുകളിൽ നിന്ന് t/3 ടൈമിൽ സഞ്ചരിച്ച ഹൈറ്റ് ഇതാണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ എനിക്കിതിനെ h' എന്ന് വിളിക്കാം, ശരിയല്ലേ? അതുപോലെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷന് s = ut + ½ at² എന്നാണ്. ഇവിടെ എസ്സിനെ നമുക്ക് h ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ? സോ h = u × t. u എത്രയാണ് ഇവിടെ? 0 ആണ്. സോ 0 × t + ½, നമുക്ക് t ക്യാപിറ്റൽ T ആയിട്ട് എടുക്കാം, ½ ഇവിടെ a g ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, ശരിയല്ലേ? ഇൻറ്റു t², ക്യാപിറ്റൽ T², കാരണം തന്നിട്ടുള്ള ടൈം ക്യാപിറ്റൽ T ആണ്. അങ്ങനെയാണെങ്കിൽ h എന്തായിരിക്കും? ഇത് ക്യാൻസലായി പോയി, അപ്പോൾ ½ gt² എന്ന് വരും, ½ gt². ഇത് നമ്മളൊരു ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ h' വെച്ചൊരു ഇക്വേഷൻ എഴുതാം. h' = ut, again ut + ½ g ഓക്കെ t/3 ഹോൾ സ്ക്വയർ. ഇവിടെ t അല്ല, t/3 ആണ്. പക്ഷെ എന്താണെങ്കിലും ഇത് 0 ആയതുകൊണ്ട് ഈ ഭാഗം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് കിട്ടും എന്തായിരിക്കും? ½ × g × t²/3². എത്രയാണ്? 9 ആണ്. സോ h' എന്ന് പറയുന്നത് ½ × g × t²/9. ഓക്കെ, അതായത് ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട h' ആണ്. അപ്പോൾ h'/h എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ½ × g × t²/9 ഇത് ഡിവൈഡഡ് ബൈ ഇത്, അതായത് ½ gt². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടും നമുക്ക്?
ഈ ഹാഫ് ജി ടി സ്ക്വയറും ഹാഫ് ജി ടി സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് കിട്ടുക 1/9 ആയിരിക്കും. ശരിയല്ലേ? സോ നമുക്കിവിടെ എഴുതാം എച്ച് ഡാഷ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു 1/9, വിച്ച് മീൻസ് എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു h/9. എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു h/9. ഇതാണ് എന്ത്? എച്ച് ഡാഷ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എച്ച് ഡാഷ് ആണോ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഫ്രം ഗ്രൗണ്ട് അറ്റ് ടൈം t/3. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് t/3 സെക്കൻഡ് ആ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫ്രം ഗ്രൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രം ഗ്രൗണ്ട് ആണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കാരണം ഫ്രം ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കിട്ടാൻ ഈ ടോട്ടൽ ഹൈറ്റ് എച്ചിൽ നിന്ന് എച്ച് ഡാഷ് മൈനസ് ചെയ്താൽ പോരെ. സോ എക്സ് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് എച്ച് ഡാഷ്. അതായത് എച്ച് മൈനസ് എച്ച് ഡാഷ് എത്രയാണെന്ന് കിട്ടി? നമുക്ക് h/9 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എച്ച് മൈനസ് h/9 എത്ര കിട്ടും? 9h മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 8h/9. ഇതായിരിക്കും ആൻസർ. 8h/9 എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആയിരിക്കും. സോ നമ്മളിവിടെ ഉപയോഗിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിന് നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ആദ്യം നമ്മൾ ഫുൾ ഹൈറ്റ് കൺസിഡർ ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതി. ദെൻ എച്ച് ഡാഷ് t/3 സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ വെച്ചു. ദെൻ അത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എച്ച് ഡാഷ് കണ്ടുപിടിച്ചു. ദെൻ ടോട്ടൽ ഹൈറ്റ് എച്ചിൽ നിന്ന് എച്ച് ഡാഷ് കുറച്ചപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് t/3 സെക്കൻഡിൽ കവർ ചെയ്യുന്ന ടൈം കിട്ടി, ആ ഹൈറ്റ് കിട്ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ പോയിന്റ് പി കൺസിഡേർഡ് അറ്റ് എ കോൺസ്റ്റന്റ് എ പോയിന്റ് പി considered at a contact point of a wheel of radius r meter on ground which rolls on ground without slipping, then the value of displacement of point P when the wheel completes half of rotation in meter. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഒരു വീലുണ്ട്, അതായത് ഒരു സർക്കിള്. ഓക്കെ, അത് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ കോണ്ടാക്റ്റ് പോയിന്റിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമുക്ക് പി എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ പി എന്ന് വിളിച്ചു. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അത് ഓൺ ഗ്രൗണ്ട് വിച്ച് റോൾസ് ഓൺ ഗ്രൗണ്ട് വിത്തൗട്ട് സ്ലിപ്പിംഗ് കൂടാതെ അത് റോൾ ചെയ്യുന്നുണ്ട്. ദെൻ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പോയിന്റ്, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പോയിന്റ് പി വെൻ ദ വീൽ കംപ്ലീറ്റ് ഹാഫ് ഓഫ് റൊട്ടേഷൻ ഇൻ മീറ്റർ. അതായത് ഹാഫ്, ഞാനൊന്ന് വരച്ച് കാണിക്കാം. അത് അപ്പോൾ അത് നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഏകദേശം ഇവിടെ വരാം. അത് ഓക്കെ, ഇത് ടച്ച്ഡ് ആണ്. അതുപോലെ അത് നടത്തുന്ന എത്രയാണ്? അത് ഇവിടെ ഉണ്ടാകുന്നത് ഹാഫ് റൊട്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഹാഫ് ഓഫ് റൊട്ടേഷൻ കംപ്ലീറ്റ്സ് ഹാഫ് ഓഫ് റൊട്ടേഷൻ. സോ ഹാഫ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് പി എവിടെ വരും? ഇവിടെ വരും. അതായത് നമുക്കിതിനെ പി ഡാഷ് എന്ന് വിളിക്കാം. ചുരുക്കം പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദെൻ ദ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ, ഇനി അത് കണ്ടുപിടിക്കാൻ ഇതെന്തായിരിക്കും? അവർ പറഞ്ഞിട്ടുണ്ട് റേഡിയസ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ആർ എന്ന് പറയുമ്പോൾ ഇത് റേഡിയസ് ആർ ആണ്. അതായത് ഇതെന്താണ്? ഫുൾ ലെങ്ത് എന്താണ്? ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2r. ഓക്കെ, അതുപോലെ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് ദി സർക്കംഫറൻസ് ആയിരിക്കും, അല്ലേ? സർക്കംഫറൻസ് ആയിരിക്കും. അതായത് ഫുൾ എന്ന് പറയുമ്പോൾ 2πr ആണ്. അതിൻ്റെ പകുതി ഹാഫ് എന്ന് പറയുമ്പോൾ πr. ശരിയല്ലേ? ഇതായിരിക്കും πr. അപ്പോൾ നമുക്കിത് കണ്ടുപിടിച്ചൂടെ? ഈ പി ഡാഷ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് πr ഹോൾ സ്ക്വയർ പ്ലസ് 2r ഹോൾ സ്ക്വയർ. ശരിയല്ലേ? സോ πr ഹോൾ സ്ക്വയർ പ്ലസ് 2r ഹോൾ സ്ക്വയർ, ഇത് എത്ര കിട്ടും? പൈ സ്ക്വയർ r സ്ക്വയർ പ്ലസ് 4r സ്ക്വയർ. ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് r സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം.
ഇൻറ്റു പൈ സ്ക്വയർ പ്ലസ് 4. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയറിന് പുറത്തിട്ടൂടെ? സോ വിച്ച് മീൻസ് ആർ ഇൻറ്റു റൂട്ട് ഓഫ് പൈ സ്ക്വയർ പ്ലസ് 4. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. റൈറ്റ്, ആർ റൂട്ട് ഓഫ് പൈ സ്ക്വയർ പ്ലസ് 4. സോ നമ്മളിതെന്താ കണ്ടുപിടിച്ചത്? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യന്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയണം. ഒരു വീലുണ്ടായിരുന്നു, അത് സ്ലിപ്പ് ചെയ്യാതെ അതൊരു പകുതി കറങ്ങി, അപ്പോൾ ഒരു പോയിന്റിലെത്തി. അപ്പോൾ ഇനീഷ്യൽ പോയിന്റും ഇപ്പോൾ പകുതി കറങ്ങിയ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഹിൻസ് കിട്ടും. ഓക്കെ, നമ്മളിവിടെ ചെയ്തത് ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഡയമീറ്റർ ആണെന്ന് അറിയാം, ഇതെന്താണ്? ഹാഫ് ഓഫ് ദി സർക്കംഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് വരാം. ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് ആസ് ഷോൺ ഇൻ ഫിഗർ. The net distance and displacement covered by the object in time interval between t equal to 0 to t equal to 10 second. സോ നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞു നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഏത് ടൈം ഇൻ്റർവെല്ലാണ്? t ഈക്വൽ ടു 0 ടു t ഈക്വൽ ടു 10 സെക്കൻഡ്. ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ വെലോസിറ്റി, ഈ സൈഡിൽ എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിൽ വെലോസിറ്റി. ഓക്കെ, പോസിറ്റീവും വരുന്നുണ്ട്, നെഗറ്റീവും വരുന്നുണ്ട് വെലോസിറ്റി. നമ്മളോട് ചോദിച്ചിട്ടുള്ള 0 ടു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ വരുന്ന അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് 0 സെക്കൻഡ് ആയിരിക്കും ഇവിടെ. ദെൻ 2, 4, 6, 8, 9, 10 ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ശരിയല്ലേ? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഡയറക്ഷൻ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് എല്ലാം ആഡ് ചെയ്യും. ഇവിടെ നമുക്കറിയാം ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഓരോ ഇൻഡിവിജ്വൽ സ്ട്രക്ചറിൻ്റെയും ഏരിയ കണ്ടാൽ മതി. ഇവിടെ 2 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചതുരമുണ്ട് ഇവിടെ. ഇതിൻ്റെ എല്ലാം ഏരിയ കണ്ടുപിടിച്ചാൽ മതി നമ്മൾ. സോ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് BH. ശരിയല്ലേ? അതുപോലെ മറ്റൊരു സെക്കൻഡ് ട്രയാങ്കിൾ ഉണ്ട്. സോ അതിന് ഞാൻ ഹാഫ് BH എന്ന് കൊടുത്തു. പ്ലസ് ഇവിടെ ഒരു ചതുരമുണ്ട്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി നമുക്ക് ആ വാല്യൂസ് കൊടുത്താൽ പോരെ. ഹാഫ് ഇൻറ്റു നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ബേസ് എത്രയാണ്? 0 ടു 6 ആണ്. അതായത് ബേസ് എന്ന് പറയുന്നത് 6 ആണ്. ശരിയല്ലേ? ഇവിടെ ഹൈറ്റ് എത്രയാണ് വരുന്നത് പറയൂ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പീക്ക് പോയിന്റ് ഇവിടെയാണ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഇൻറ്റു 20 പ്ലസ് എഗെയിൻ ഹാഫ് ഇൻറ്റു ബേസ്. നമ്മൾ അടുത്ത ട്രയാങ്കിൾ എടുത്തു. ഇവിടെ ബേസ് എന്ന് പറയുന്നത് 6 to 8 ആണ്. 6 to 8 എന്ന് പറയുമ്പോൾ 2. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് താഴോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇത് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 20 ആയിരിക്കും. യഥാർത്ഥത്തിൽ ഇത് -20 ആണ്. പക്ഷെ നമ്മളിവിടെ -20 കൺസിഡർ ചെയ്യില്ല, നമ്മൾ വെറും 20 ആണ് കൺസിഡർ ചെയ്യുക. കാരണം ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് നമ്മൾ സൈന് കൺസിഡർ ചെയ്യില്ല. സോ നമ്മൾ ജസ്റ്റ് 20 എന്ന് എടുക്കും. ഓക്കെ, 20 പ്ലസ് ലെങ്ത് ഇൻറ്റു നെക്സ്റ്റ് ഈ സ്ട്രക്ചർ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതായത് സോ ഇത് എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു ഇത് എത്രയാണ്? 10 ആണ്. ശരിയല്ലേ? 10. ഇത് 10 ആയിരിക്കും. 10. സോ ഇനി നമുക്ക് ചെയ്യാം, ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 വരും. 3 ഇൻറ്റു 2 എത്രയാണ്? 60 പ്ലസ് 20 പ്ലസ് 2 ഇൻറ്റു 10 20. ടോട്ടൽ എത്ര വരും? 100 വരും. ശരിയല്ലേ? 100 മീറ്റർ ആണ് നമ്മളുടെ ഡിസ്റ്റൻസ് വരിക. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡും കൺസിഡർ ചെയ്യും, ഡയറക്ഷനും കൺസിഡർ ചെയ്യും. ശരിയല്ലേ? ഓക്കെ, സോ ഡിസ്റ്റൻസിൻ്റെ കേസിൽ നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്തില്ല, പക്ഷെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കേസിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എഗെയിൻ സെയിം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു സെയിം. അതായത്
ആക്ച്വലി ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നിങ്ങൾ നോക്കൂ, ഇവിടെ ഇതിൽ ആകെ മാറ്റം വരുന്നത് എന്താണ്? ഹാഫ് ബി എച്ച് സെയിം ആയിരിക്കും. അതുപോലെ സെക്കൻഡ് കേസിലെ ഹാഫ് ബി എച്ചിലോട്ട് വരും. അതായത് ഈ ട്രയാങ്കിളിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു വാല്യൂ, അതായത് ഹൈറ്റ് എന്നുള്ളത് -20 എടുക്കണം. ഇവിടെ നമ്മൾ +20 എടുത്തേ, പക്ഷെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? -20 എടുക്കണം. ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. സെപ്പറേറ്റ് എഴുതാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു, എഗെയിൻ സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹാഫ് ബി എച്ച്. സോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 6 ആണ്. സോ 6, ഹൈറ്റ് എത്രയാണ്? 20 ആണ്. 20 പ്ലസ് സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എഗെയിൻ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 2 ആണ്. ശരിയല്ലേ? 8 - 6 2 ആണ്. സോ ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഇവിടുത്തെ ഹൈറ്റ് -20 ആണ് വരുന്നത്. നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുക്കുന്നത്. സോ നമ്മൾ സൈന് കൺസിഡർ ചെയ്യണം. -20 പ്ലസ് നെക്സ്റ്റ് ലെങ്ത്ത് 2, ബ്രെഡ്ത്ത് 10. സോ 2 × 10 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നോക്കൂ, ഈ 2ഉം ഇങ്കൊന്ന് മാറ്റാം. ഈ 2ഉം 6ഉം കട്ട് ചെയ്ത 3 ഇവിടെ വരും. ദെൻ സോ 60 പ്ലസ് 2ഉം 2ഉം കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? -20, ഇത് 20 പ്ലസ് 20. ഈ -20യും +20 ക്യാൻസൽ ചെയ്ത് പോകില്ല. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. സോ 60 ആയിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 1 ആയിരിക്കും. ഡിസ്റ്റൻസ് ഈസ് 100 മീറ്റർ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 60 മീറ്റർ. സോ ഇവിടെ ഒറ്റ വ്യത്യാസം എന്ന് പറയുന്നത്, രണ്ടും നമ്മൾ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ അതിന് പോസിറ്റീവ് തന്നെ എന്ന് കൊടുക്കും. നമ്മളതിന് സൈന് കൊടുക്കില്ല, അത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കേസിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് വെലോസിറ്റിയെ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ എടുക്കും. കാരണം നമ്മളിവിടെ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. അതിനെ നമ്മൾ നെഗറ്റീവ് എന്ന് തന്നെ എടുക്കും. ഓക്കെ, സോ അതാണ് ഈ വാല്യൂവിൽ ചേഞ്ച് വരാൻ കാരണം. രണ്ടും നമ്മൾ ഏരിയ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും അതുപോലെ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എത്രത്തോളം ഇത് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.